നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഭിന്നത കടുത്ത പ്രതിസന്ധി ഉയർത്തുകയാണ്. പ്രത്യേകിച്ചും ഇന്നലെ പെഷവാറിൽ നടന്ന ചാവേർ സ്ഫോടനത്തിൽ സൈനികർ ഉൾപ്പെടെയാണ് മരണപ്പെട്ടത്. ഇതിന് പ്രതികാരമായിട്ടെന്ന വണ്ണം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ ശക്തമായ വ്യോമാക്രമണം നടത്തി. അതിൽ 9 കുട്ടികളും ഒരു സ്ത്രീയുമാണ് കൊല്ലപ്പെട്ടത്. ബാക്കി നിരവധി പേർക്ക് കടുത്ത ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രികളിലാണ്. അഫ്ഗാൻ പാക് ബന്ധം സംഘർഷ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതിനിടെയാണ് അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും വ്യോമാക്രമണം നടത്തി പാക് സൈന്യം വെല്ലുവിളിച്ചിരിക്കുന്നത്. ഇതിന് പ്രതികാരമായി ഇനി അഫ്ഗാൻ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. തെക്ക് കിഴക്കൻ ഖോസ്ക് പ്രവിശ്യയിൽ നടത്തിയ ബോംബിങ്ങിലാണ് 9 കുട്ടികളും ഒരു സ്ത്രീയും കൊല്ലപ്പെട്ടതായി താലിബാൻ വക്താവ് പറഞ്ഞത്. ഇന്നലെ രാത്രി 7:30 ആക്രമണം. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ പെഷാവാറിൽ ചാവേർ ബോംബ് സ്ഫോടനത്തിൽ 3 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഈ സ്ഫോടനം ഉണ്ടായത് പാകിസ്ഥാന്റെ അർദ്ധ സൈനിക വിഭാഗത്തിന്റെ ആസ്ഥാനത്താണ്. പാക് സൈന്യം സിവിലിയന്മാരുടെ വീടിന് നേരെയാണ് ആക്രമണം നടത്തിയതെന്ന് താലിബാൻ ആരോപിച്ചു. ഇതുകൂടാതെ വടക്കുകിഴക്കൻ മേഖലയിലെ കൂനാർ പ്രവിശ്യയിലും കിഴക്കൻ പാക്ടിക്ക പ്രവിശ്യയിലും പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട്. ഇവിടങ്ങളിൽ ഏകദേശം 4 പേർക്ക് പരിക്കേറ്റു. ചെറിയ ഇടവേളയ്ക്ക് ശേഷം പാക് അഫ്ഗാൻ സംഘർഷം വീണ്ടും രൂക്ഷമാവുകയാണ്. ഇന്നലെ പെഷവാറിൽ അർദ്ധ സൈനിക വിഭാഗത്തിന്റെ ആസ്ഥാനത്ത് ചാവേർ ആക്രമണം നടന്നിരുന്നു. തുർക്കിയുടെ മധ്യസ്ഥതയിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ പലതവണ കൂടിക്കാഴ്ചകൾ നടത്തിയെങ്കിലും ധാരണയിലെത്തിയിരുന്നില്ല. ഇതേ തുടർന്ന് ഭരണമാറ്റത്തിന് തയ്യാറായിക്കൊള്ളാൻ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന് നമ്മുടെ പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതായത് പാകിസ്ഥാനും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനെ പോലെ ആവാനുള്ള ഒരു ശ്രമത്തിലാണ്. അതുകൊണ്ടാണല്ലോ താലിബാൻ ഭരണകൂടത്തിന് പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയത്, വേഗം ഭരണമാറ്റത്തിന് തയ്യാറായിക്കൊള്ളാൻ. ഒരുപക്ഷെ അതിന് പിന്നിൽ അമേരിക്ക ആവാനാണ് സാധ്യത. കാരണം പാകിസ്ഥാൻ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല എന്നുള്ള ലോകത്തിന് മുഴുവൻ അറിയാം. അപ്പോൾ പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ആ ഒരു അടുപ്പം അനുസരിച്ചും പ്രത്യേകിച്ചും അഫ്ഗാനിസ്ഥാൻ്റെ ചില മേഖല അമേരിക്ക ചോദിച്ചിട്ട് അഫ്ഗാനിസ്ഥാൻ സമ്മതിക്കാതെ നിൽക്കുന്ന ഘട്ടമാണ്. അപ്പോൾ അതൊക്കെ കണക്കാക്കുമ്പോൾ ഈ ഭരണമാറ്റം അമേരിക്കയ്ക്ക് ഗുണം ചെയ്തിട്ട് പകരം അമേരിക്കയെ അനുകൂലിക്കുന്ന അഫ്ഗാനിസ്ഥാൻ്റെ പ്രദേശങ്ങൾ അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കാൻ മനസ്സുള്ള ഒരു പാവ സർക്കാരിനെ സൃഷ്ടിക്കാൻ അമേരിക്ക ഒരുപക്ഷെ ധാരണയായി കാണും. അല്ലെങ്കിൽ അമേരിക്ക തീരുമാനിച്ചിട്ടുണ്ടാവും. ഈ വിവരം പാകിസ്ഥാനും അറിയാമായിരിക്കാം. അസീം മുനീറുമായിട്ടൊക്കെ ട്രംപ് പറഞ്ഞു കാണും. അതുകൊണ്ടായിരിക്കാം ആ ഒരു ധൈര്യത്തിൽ പാകിസ്ഥാൻ വെല്ലുവിളിച്ചിരിക്കുന്നത്, നിങ്ങൾ ഭരണമാറ്റത്തിന് തയ്യാറായിക്കൊള്ളൂ എന്ന്. ഏതായാലും അഫ്ഗാന് കിട്ടുന്ന ഓരോ അടിക്കും അവർ തിരിച്ച് അതികഠിനമായ രീതിയിലാണ് പാകിസ്ഥാനെ വളഞ്ഞിട്ട് ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പെഷവാറിൽ നടത്തിയ അർദ്ധ സൈനിക വിഭാഗത്തിന്റെ ആസ്ഥാനത്ത് നടത്തിയ ചാവേർ സ്ഫോടനം ശരിക്കും അജ്ഞാതരായ 2 ആയുധധാരികളാണ് ആക്രമണം നടത്തിയത് എന്നാണ് പ്രാദേശിക പോലീസിനെ ഉദ്ധരിച്ചുകൊണ്ട് രാജ്യാന്തര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത്. ശരിക്കും 3 പേരാണ് അവിടെ കൊല്ലപ്പെട്ടെങ്കിലും നിരവധി പേർക്കാണ് ഗുരുതരമായ പരിക്ക് പറ്റിയത്. പാകിസ്ഥാന്റെ അർദ്ധ സൈനിക വിഭാഗമായ FCയുടെ ആസ്ഥാനത്താണ് ആക്രമണമെന്നും പ്രദേശം സുരക്ഷാ സേന വളഞ്ഞുവെന്നുമാണ് പ്രാദേശിക മാധ്യമമായ ഡോൺ റിപ്പോർട്ട് ചെയ്തത്. ആദ്യത്തെ ചാവേർ FCയുടെ പ്രധാന പ്രവേശന കവാടത്തിലാണ് ആക്രമണം നടത്തിയത്. അടുത്തയാൾ കോമ്പൗണ്ടിനുള്ളിലേക്കും കടന്നു. സൈന്യവും പോലീസും ഉടൻ തന്നെ സ്ഥലത്തെത്തി പരിശോധന നടത്തി. സ്ഥലത്ത് നിന്ന് പലവട്ടം സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടതായി സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുന്നുണ്ട്. വിവിധ വീഡിയോകളും പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഈ വർഷം ആദ്യം കൊറ്റയിലെ അർദ്ധ സൈനിക വിഭാഗത്തിന്റെ ആസ്ഥാനത്തും കാർ ബോംബ് സ്ഫോടനം ഉണ്ടായിരുന്നു. അന്ന് 10 പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. ഇതുപോലെ പാകിസ്ഥാനിൽ ഇപ്പോൾ ഈ തീവ്രവാദി ആക്രമണം എന്ന് പറഞ്ഞുകൂടാ, അവർ തന്നെ വളർത്തി വലുതാക്കിയ അവരുടെ സഹോദരങ്ങൾ അവരെ ആക്രമിക്കുന്ന ഒരു രംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ബലൂചിസ്ഥാനിൽ നിന്നുള്ള ആക്രമണങ്ങളും പാകിസ്ഥാനുണ്ട്. ബലൂചിസ്ഥാൻ ആർമിയുടെ ആക്രമണങ്ങളും മാത്രമല്ല, സിന്ധ് പ്രവിശ്യയിൽ നിന്നും പാകിസ്ഥാന് അത്ര സുഖകരമായ വാർത്തകളല്ല പാകിസ്ഥാനിൽ നിന്ന് കേൾക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ പെട്ടിരിക്കുകയാണ്. ചുറ്റിനും ശത്രുക്കളുടെ നടുവിൽ ഒതുങ്ങി എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുകയാണ് നമ്മുടെ അസീം മുനീറും ഷഹബാസ് ഷെരീഫും ഖ്വാജ ആസിഫും ഒക്കെ. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ ആക്രമണങ്ങൾ ഇരു രാജ്യങ്ങൾക്ക് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തിരിച്ചടികൾ വളരെ കൂടുതലാണല്ലോ. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.